Dear students, welcome to Learner's World. In this video, I am going to talk about you want to be a motivational speaker by Shep Hyken, FAUGP English Language Skill for Commerce and Management, first semester at Calcutta University. Shep Hyken is a leading authority in the field of customer service, and he is a speaker, author, and a consultant. ഷെപ്പ് ഹൈക്കൻ ഒരു ലീഡിങ് അതോറിറ്റിയാണ് കസ്റ്റമർ സർവീസ് ഫീൽഡിൽ. അതുപോലെ അദ്ദേഹം ഒരു സ്പീക്കറാണ്, ഓതറാണ്, കൺസൾട്ടൻ്റ് ആണ്. ഹി ഹാസ് ബിക്കം എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ഹെൽപ്പിംഗ് ബിസിനസ് എൻഹാൻസ് ദെയർ കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഷെപ്പ് ഹൈക്കൻ ബിസിനസ്സിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതായത് കസ്റ്റമർ ഇൻട്രാക്ഷൻസൊക്കെ എൻഹാൻസ് ചെയ്യുക, അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ? Shep Hyken provides a comprehensive guide for individuals who aspire to become a motivational speaker. അപ്പോൾ ഈ ഒരു വർക്ക് ഷെപ്പ് ഹൈക്കൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോംപ്രഹെൻസീവ് ഗൈഡായിട്ടാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗൈഡായിട്ടാണ്. അതായത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഗൈഡായിട്ടാണ് അദ്ദേഹം ഇത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. Hyken draws on his personal experiences and offers practical tips to help readers make a meaningful impact on their audience. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ്, അതുപോലെ ഒരുപാട് പ്രാക്ടിക്കൽ ടിപ്സ് തൻ്റെ റീഡേഴ്സിന് ഇതിലൂടെ നൽകുന്നുണ്ട്. ഇത് ഓഡിയൻസിന് ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ കോളേജ് സ്റ്റുഡൻസ് ടു എൻഹാൻസ് ദർ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ആൻഡ് ബിൽഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്. ഇത് കോളേജ് സ്റ്റുഡൻസിനാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അവരുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കാനാണ് ഇത് കോളേജ് സ്റ്റുഡൻസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. Hyken emphasizes the importance of having a clear purpose and passion for speaking, and he encourages readers to identify their area of expertise. Hyken believes that a motivational speaker's primary goal should be inspire and educate their audience rather than simply to entertain them. അപ്പോൾ അദ്ദേഹം എംഫസൈസ് ചെയ്യാണ് ഒരു ക്ലിയർ പർപ്പസ് അല്ലെങ്കിൽ ഒരു പാഷൻ സ്പീക്കിങ്ങിന് ഉണ്ടായിരിക്കണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിന് അദ്ദേഹം എംഫസൈസ് ചെയ്യാണ്. അതുപോലെ റീഡേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ഏത് ഏരിയയിലാണോ അവർ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയ കണ്ടെത്താൻ റീഡേഴ്സിനെ അദ്ദേഹം encourage ചെയ്യുന്നുണ്ട്. Hyken believes that a motivational speaker's primary goal should be inspire and to educate their audience rather than simply to entertain them. അതുപോലെ ഹൈക്കൻ പറയുന്നത് എപ്പോഴും ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങളെ, അതായത് ഓഡിയൻസിനെ എപ്പോഴും ഇൻസ്പയർ ചെയ്യിപ്പിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം, അല്ലാതെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാകരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. He shares the experience of Tony Robbins and Zig Ziglar. They are traditional motivational speakers. These gurus have helped their audiences reach new levels of success. അദ്ദേഹം പിന്നെ ടോണി റോബിൻസൺ, സിഗ് സിഗ്ലർ പോലുള്ള ഗ്രേറ്റ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു ട്രഡീഷണൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്. ഇവർ അവരുടെ ഓഡിയൻസിനെ വളരെയധികം ഒരു നല്ല ലെവൽ ഓഫ് സക്സസ്സിൽ എത്തിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദേ ഫോക്കസ് ഓൺ അച്ചീവിങ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്, ബ്രേക്കിംഗ് ത്രൂ ബാരിയേഴ്സ്. അതായത് അവർ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ്. അതിനിടയിലുള്ള തടസ്സങ്ങളൊക്കെ അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദേ മോട്ടിവേറ്റ് ത്രൂ ആക്ഷനിലൂടെയാണ് അവർ മോട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഈ സേസ് ദാറ്റ് എവരിവൺ മസ്റ്റ് ബി എ മോട്ടിവേഷണൽ സ്പീക്കർ അറ്റ്ലീസ്റ്റ് ഇൻ സ്റ്റൈൽ. അദ്ദേഹം പിന്നീട് ഓരോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ ഡെഫിനിഷനും തന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്, അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു സ്റ്റൈലിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട് എന്നാണ് പറയുന്നത്. Hyken shares about his speaking coach, Patricia Fripp, who is speaking coach to celebrities, professional speakers and executives who make corporate presentations. പിന്നീട് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീക്കിംഗ്
കോച്ചിനെ കുറിച്ചിട്ടാണ്. പാട്രിഷ്യ ഫ്രിപ്പാണ് സ്പീക്കിംഗ് കോച്ച്. കൂടുതലായിട്ട് അവർ സെലിബ്രിറ്റീസിന്, പ്രൊഫഷണൽ സ്പീക്കേഴ്സിന്, എക്സിക്യൂട്ടീവ്സിന് ഒക്കെ അവരുടെ ആ ഒരു കോർപ്പറേറ്റ് പ്രസൻറ്റേഷൻസ് ചെയ്യാനൊക്കെയാണ് കൂടുതൽ ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കോച്ചിങ് നൽകുന്നത്. A says board speaker net news is a weekly newsletter that has tips on everything related to the speaking industry like travel, software, programs, etc. പിന്നീട് അദ്ദേഹം ഫ്രീ ആയിട്ടുള്ള ഒരു സ്പീക്കർ നെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്ക്ലി ന്യൂസ് ലെറ്ററിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലൊരു മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെ ടിപ്സൊക്കെ നൽകുന്നുണ്ട്. അതായത് സ്പീക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ട്രാവൽ, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ടിപ്സൊക്കെ നൽകുന്നുണ്ട്. ഹൈക്കൻ ഓഫേഴ്സ് വാല്യുബിൾ ഇൻസൈറ്റ്, ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഹെൽപ്പ് ആസ്പയറിംഗ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ടു അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് മേക്ക് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ ദെയർ ഓഡിയൻസ്. അപ്പോൾ അദ്ദേഹം ഇതിലൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഒരു വാല്യുബിൾ ഇൻസൈറ്റാണ്, ഒരു ഉൾക്കാഴ്ചയാണ്. ഒരു ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയ്ക്ക് ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, അതായത് ഒരു അസ്പയറിങ് മോട്ടിവേഷണൽ സ്പീക്കറിന് ആവശ്യമായിട്ടുള്ള ടിപ്സ്, സ്ട്രാറ്റജീസ് ഒക്കെ അദ്ദേഹം ഇതിൽ നൽകുന്നുണ്ട്. അവരുടെ ആ ഒരു ഗോൾ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റീഡേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും.